അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് വാളക്കുട നമ്മളെ കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ ഒരു സ്റ്റേഡിയം. ഇന്നത് പൂവണിയാൻ പോവാണ്. അപ്പോൾ അതിൽ കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് ജനപ്രതിനിധിയായവരോട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് വന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും ഇവിടെ കളിക്കാം, നല്ല പ്ലെയറായി മാറാനൊക്കെ കഴിയും. ഗ്രൗണ്ട് നല്ല ഒരു ഇതാണ്, യുവാക്കൾക്കൊക്കെ കളിക്കാം, നല്ലൊരു കായിക താരങ്ങളെ ഇവിടെ എടുക്കാം, പുറത്തെടുക്കാം. ഇവിടെ കണ്ണമംഗലം പഞ്ചായത്തിന് ഇതുവരെ ഗ്രൗണ്ട് ഇല്ലേന് ഒരു ഗ്രൗണ്ടായി, ഇത് നല്ലൊരു ഇതാണ്. ഒന്നും ഗ്രൗണ്ടില്ല, അപ്പോൾ ഇത് വന്നുകൊണ്ട് വലിയൊരു ഉപകാരമാണ്. എല്ലാവർക്കും കളിച്ചാനും ഇതിനൊക്കെ എനിക്കുണ്ടാവും. എവിടേക്കും പോകേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഗ്രൗണ്ട്. ആദ്യം വന്ന സ്റ്റേഡിയമാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ഞങ്ങളെ വീടൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കളിക്കാം. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ പഞ്ചായത്ത് ഗ്രൗണ്ട്. അപ്പോൾ അതിന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അത് യാഥാർത്ഥ്യമാക്കി തന്ന പഞ്ചായത്ത് ബോർഡിനെ ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. നമ്മൾ ഒരുപാട് വർഷം കാത്തിരുന്ന ഫുട്ബോൾ പ്രേമികളുടെ നമ്മളെ പഞ്ചായത്ത് തന്നെ അഭിമാനമായ ഫുട്ബോൾ കൊണ്ട് ഇന്ന് 3 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിൽ ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് വന്നതിന്. ഒരുപാട് കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം ഉയർന്നു വരാനുള്ളൊരു പ്രചോദനമാണ്. ഇതുപോലത്തെ ഇനിയും ഒരുപാട് പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ വക വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നവീകരിച്ച സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ അവറുകൾ നിർവഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബേബി ചാലിലായിരിക്കും ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഒരുപാട് മുഖ്യാതിഥികളും കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ജനപ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കാളികളായിരിക്കും. നമ്മൾ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 1998 ഈ ഗ്രൗണ്ടിന് ആവശ്യമായിട്ടുള്ള സ്ഥലം. അന്ന് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തില്ല, വേങ്ങര ഗ്രാമപഞ്ചായത്തായിരുന്നു ഉണ്ടായിരുന്നത്. വേങ്ങര ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ വനിതാ വ്യവസായ എസ്റ്റേറ്റിനും അതുപോലെ ഈ ഗ്രൗണ്ടിനൊക്കെ ആയിട്ടുള്ള സ്ഥലം നമ്മൾ വില കൊടുത്ത് വാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം ഈ ഭരണസമിതിയുടെ കാലത്താണ് ഇങ്ങനെ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ അന്ന് ഗ്രൗണ്ട് ഏകദേശം പണി പൂർത്തിയായിരുന്നെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഗ്രൗണ്ട് മാറിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും 2 ഘട്ടങ്ങളും കൂടെ ആയിട്ട് പഞ്ചായത്ത് ഫണ്ട് ഇതിനു വേണ്ടി നീക്കി വെക്കുകയും ഇപ്പോൾ പൂർണ്ണമായിട്ടും കളിക്കാൻ സജ്ജമായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മാറുകയും ചെയ്തു. ഇവിടുത്തെ മുഴുവൻ യുവജന ക്ലബ്ബുകളും യുവജനങ്ങളും ഇതിലൊറ്റക്കെട്ടായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടെയുണ്ട്. അവർ 2 കൈകളും നീട്ടി ഈ മുഴുവൻ സംരംഭങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വളരെ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്നു ഈ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റോട് കൂടി ഈ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കൊറോണയുടെ കാലഘട്ടമാണ്, അകലം പാലിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് ഒരു ഫുട്ബോൾ മാമാങ്കം നടത്തിക്കൊണ്ട് ഈ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കാതെ പോയതിൽ വളരെയധികം പ്രയാസമുണ്ട്. എന്നിരുന്നാൽ പോലും പരമാവധി നമ്മുടെ കഴിവിൻ്റെ പരമാവധി നല്ലൊരു ഉദ്ഘാടന മാമാങ്കമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ. എന്തായാലും കണ്ണമംഗലത്തെ മുഴുവൻ യുവജനങ്ങളുടെയും യുവജന ക്ലബ്ബുകളുടെയും എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, തുടർന്നും ലഭിക്കും. അതുപോലെ തന്നെ വരും വർഷങ്ങളിൽ ഈ കൊറോണയുടെ ഭീഷണിയും
കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളൊക്കെ മാറിയാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റും മറ്റ് കളികളൊക്കെ നടത്തുന്ന ഒരു നല്ലൊരു ഗ്രൗണ്ടാക്കി ഇതിനെ നമുക്ക് മാറ്റണം. തീർച്ചയായിട്ടും കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. നമുക്ക് നല്ല ഒരു ഫുട്ബോൾ ഫെസ്റ്റ് ഇവിടെ നടത്തണം. ഗ്രൗണ്ടിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതിൻ്റെ നാമകരണ ചടങ്ങും നടക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായിരുന്ന യശശരീരനായ പ്രിയപ്പെട്ട MP ഈ അഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിലാണ് ഈ ഗ്രൗണ്ട് ഇനി അറിയപ്പെടുക. ഒരുപാട് കളിയെയും സ്പോർട്സിനെയൊക്കെ പ്രേമിച്ച ഇഷ്ടപ്പെട്ട ഒരു MP ആയിരുന്നു ഈ അഹമ്മദ് സാഹിബ്. അദ്ദേഹം മരണപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കകമാണ് നമ്മൾ ഈ ഗ്രൗണ്ടിന് അദ്ദേഹത്തിൻ്റെ പേര് നാമകരണം ചെയ്ത്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നും ഈ ഗ്രൗണ്ട് അനശ്വരമായിരിക്കും. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഈ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങളുമായിക്കൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോയത്. അന്ന് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിന്നിരുന്നു. ആ കേസ് ഒഴിവാക്കി ക്ലബിൻ്റെ പ്രവർത്തകരെല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സംയമന ചർച്ച ഉണ്ടാക്കി. അതിൽ നിന്ന് അവരുടെ നിർദ്ദേശപ്രകാരം 80 സെന്റ് സ്ഥലം ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നൽകി പഞ്ചായത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ മനോഹരമായ രീതിയിൽ ക്ലബിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ സ്പോർട്സ് പ്രേമികളുടെയൊക്കെ നിർദ്ദേശത്തിനനുസരിച്ചാണ് നമ്മളെ ഗ്രൗണ്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ഒരുപാട് നിർദ്ദേശങ്ങൾ കണ്ണമംഗലം പഞ്ചായത്തിലെ എല്ലാ ക്ലബിൻ്റെ പ്രവർത്തകരും നൽകിയിട്ടുണ്ട്. കണ്ണമംഗലം പഞ്ചായത്തിൽ ഏകദേശം 27ലേറെ ക്ലബ്ബ് നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ടെറഫും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് ഒരു സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ള ആളുകൾ കളിക്കാൻ പോവുക എന്നുള്ള ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വന്നു. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് കളിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവർക്ക് സംവിധാനങ്ങളില്ല. ആ സംവിധാനമാണ് നമ്മൾ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഗാലറിയുടെ സംവിധാനങ്ങളില്ലെങ്കിലും വരാൻ പോകുന്ന കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ഒക്കെ ഫണ്ട് MP-യുടെയൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗാലറിയുടെ സംവിധാനങ്ങളും കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് ഒരുക്കും. വളരെ മനോഹരമായിക്കൊണ്ട് സെവൻസ് ഫുട്ബോൾ അടക്കം നടത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഗ്രൗണ്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. പലതും പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പിച്ചപ്പോഴും അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു പബ്ലിസിറ്റി കൊടുത്തപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഈ ഗ്രൗണ്ട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കും എന്നുള്ളത് ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികൾക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്കാണ്. ആ വാക്കാണ് ഇന്ന് നിറവേറുന്നത്. ഇതിനെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. 5 വർഷക്കാലത്തെ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഭരണ സമിതി പിന്നോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി പറയാൻ കഴിയും, ഇവിടെയുള്ള സ്പോർട്സ് പ്രേമികളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള ഒരു വാക്ക് അവർക്ക് മുമ്പാകെ പറയാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ അഭിവാദ്യങ്ങളും. നന്ദി. അടിക്ക് ഒരു വെല്ലുവിളിയാണ്. പഴയ കളിക്കാരാണ്. അടിക്ക്. ഈ പഞ്ചായത്തിലെ
യുവജന ക്ലബ്ബുകൾ, യുവ പ്രവർത്തകന്മാർക്കൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുവാനും കായിക രംഗത്ത് വളർന്നു വരുവാനുള്ള ഒരു വലിയ നേട്ടമാണ് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായി ഏതാണ്ട് 15 ലക്ഷം രൂപയോളം ഇവിടെ ഇതിന് ചെലവായിട്ടുണ്ട്. തുടർന്നും വരും കാലങ്ങളിൽ ഇവിടെ വലിയ ഒരു സെവൻസ് ഫുട്ബോൾ നടത്താൻ ആവശ്യമായ സൗകര്യപ്രദം ഉണ്ട്. തീർച്ചയായിട്ടും അതിനനുസൃതമായി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടെയുണ്ട്, പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, എല്ലാവരുമുണ്ട്, ക്ലബ്ബുകളുടെ പ്രതികളുണ്ട്. നല്ല ഒരു കായികമേള ഇവിടെ വെച്ച് നടത്തേണ്ടതുണ്ട്. സലീം കുരുവമ്പത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ ധാരാളം വികസന പ്രവർത്തി ജില്ലാ പഞ്ചായത്തിൻ്റെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന ഘട്ടങ്ങളിൽ ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ണമംഗലം പഞ്ചായത്തിലെ യുവാക്കൾക്ക് ഏറെ ആശയും പ്രതീക്ഷയും നൽകിക്കൊണ്ട് ഒരു സ്റ്റേഡിയം ഇന്നിവിടെ തുടക്കം കുറിക്കാൻ കണ്ണമംഗലം പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധ്യമായി എന്ന് കാണുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഭരണസമിതിയെയും മറ്റ് ജനപ്രതിനിധികളെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നന്ദി. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടുകളും വേൾഡ് ബാങ്ക് ഫണ്ടൊക്കെ ഉപയോഗിച്ച് മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ച ഗ്രൗണ്ട് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച് ബഹുമാന്യനായ നമ്മുടെ മുൻ MP വി അഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിൽ ഇന്ന് ജനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ യുവതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കായികക്ഷമത എല്ലാ രീതിയിലും വർദ്ധിപ്പിക്കുന്നതിനും അതിനെ മാറ്റുകൂട്ടുന്നതുമായ സഹായകമായ രീതിയിൽ ഈ ഗ്രൗണ്ട് വിനിയോഗിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച എല്ലാ ആളുകൾക്കും മുസ്ലിം ലീഗിന് വേണ്ടി നന്ദി പറയുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഈ ഗ്രൗണ്ടിന് വേണ്ടി സ്ഥലം വാങ്ങുന്ന കാര്യത്തിൽ 1997 ഈ സ്ഥലം വാങ്ങുന്നതിൽ അന്ന് വിനീതനായ ഞാനും അതിൽ പങ്കാളിയായിട്ടുണ്ട്. അങ്ങനെ 1 ഏക്കർ 35 സെൻറ്റ് സ്ഥലം ഗ്രൗണ്ടിന് വേണ്ടിയും 1 ഏക്കർ ഭൂമി വ്യവസായത്തിനും വേണ്ടിയിട്ട് ഒന്നിച്ചു വാങ്ങിയിട്ട് ഈ പ്ലോട്ടിൽ കണ്ണമംഗലം പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഈ പഞ്ചായത്തിൽ മെമ്പറായി വന്നത് 2015-ലാണ്. അതിന് മുന്നേ ഇവിടെ സ്ഥലമൊക്കെ വാങ്ങി സ്റ്റേഡിയത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കുറേ നല്ലവരായ നാട്ടുകാരുണ്ട്. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ബോർഡ് നല്ല സപ്പോർട്ടായിട്ട് ഇതിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിരുന്നു. അത് ഞങ്ങൾ കാലത്ത് തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ വാഗ്ദാനങ്ങളായിരുന്നു ഇവിടെ ഒരു ഗ്രൗണ്ടും നല്ല പ്ലേയേഴ്സും ഉണ്ടാവുക എന്നുള്ളത് ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ പ്രദേശത്ത് നല്ല ആശിഫ് ഷെയർമാരും അനസെടത്രിയന്മാരൊക്കെ നമ്മുടെ ഈ പരിസരത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സഹകരിച്ച എല്ലാ നാട്ടുകാരോടും അതിൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അനവധി ഫണ്ടുകൾ ഇന്ന് കാണുന്ന ആ ഗ്രൗണ്ടിന് നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. ഇനിയും അതിന് ഗാലറി പോലുള്ള പുതിയ സംരംഭങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ട ഫണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ ലഭ്യമാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതായിരുന്നാലും ഈ ഗ്രൗണ്ട് മോടി പിടിപ്പിച്ച് ഇതുപോലെ ഉദ്ഘാടനം ചെയ്തതിന് ഗ്രാമപഞ്ചായത്തിനെ എല്ലാ നിലക്കും വൃത്തകണ്ഠം ഞാൻ പ്രശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തും കേരള സർക്കാരും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും എല്ലാ ഭരണസമിതി അംഗങ്ങളും കൂടി ഇവിടെ പ്രാവർത്തികമാക്കിയ കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. ഡാസ്ക് ക്ലബിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ്. കണ്ണമംഗലം പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്ത് സ്റ്റേഡിയം വളരെയധികം നല്ല ഒരു രീതിയിൽ ഇതിൻ്റെ നിർമ്മാണ പുരോഗതികൾ പൂർത്തീകരിച്ച് ഇനി വേണ്ട
ആവശ്യമായ എല്ലാ നടപടികളും തുടർ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകളും. നല്ലൊരു ഗ്രൗണ്ടാണ്. നമ്മളെ അടുത്ത പ്രദേശത്തുള്ളതിൽ നല്ല ഗ്രൗണ്ടാണ്. ശരിക്കും ഒരു അഖിലേന്ത്യാ ലെവലിൽ മത്സരങ്ങൾ നടത്താൻ പറ്റിയ ഗാലറി കെട്ടാൻ സംവിധാനങ്ങളുള്ള സൗകര്യങ്ങളുള്ള നല്ല ഗ്രൗണ്ടാണ്. ഒരു ഏകദേശം കണ്ടമാല പഞ്ചായത്ത് ഒരു മലയോര ടച്ചുള്ള ഒരു പ്രദേശമായതുകൊണ്ട് കളിക്കാൻ യോജ്യമായ ഒരു ഗ്രൗണ്ടുകളില്ലാത്തൊരവസ്ഥ ഇവിടുത്തെ കലാപ്രതിഭകളെ ഒരുപാട് ബാധിച്ചിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് ഇന്ന് കണ്ണമംഗലം പഞ്ചായത്തിൽ എല്ലാവർക്കും കളിക്കാനും എല്ലാ സ്പോർട്സ് രംഗവും ഉപയോഗിക്കാനൊക്കെയുള്ള നല്ലൊരു ഗ്രൗണ്ടാണ് ഇന്ന് നമുക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിനായി തന്നിട്ടുള്ളത്. ഏതായാലും ഇത് വളരെ നന്ദിയുണ്ട്. വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ യുവജനങ്ങളും ക്ലബ്ബുകളും വളരെയധികം സന്തോഷത്തിലാണ്. എല്ലാവർക്കും ഇനിയിപ്പോൾ എന്ത് മത്സരങ്ങൾ നടത്താനും നമുക്കൊരു ഗ്രൗണ്ട് ഇവിടെ റെഡിയായി. വളരെയധികം സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സ്പോർട്സ് നടത്താൻ ഈ ഒരു കേരളോത്സവം നടത്താനായാലും ഒന്നിനായാലും നമുക്ക് ഗ്രൗണ്ടില്ല. ഒരുപാട് കാലമായിട്ട് പല ഗ്രൗണ്ടിൽ പോയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അപേക്ഷിച്ച് ഇങ്ങനത്തെ ഒരു നല്ലൊരു ഗ്രൗണ്ട് നമുക്ക് വന്നതിൽ നല്ല അഭിമാനമുണ്ട്. ഈ ഒരുപാട് കളിക്കുന്ന ആളുകൾ ഈ പ്രദേശങ്ങളിലുണ്ട്. അവർക്കൊക്കെ കളിക്കാനും ഇപ്പോൾ നിലവിൽ ഗ്രൗണ്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് ഇത്രയും വർക്കൊക്കെ പൂർത്തീകരിച്ച് പഞ്ചായത്തിനും അതിൻ്റെ ഇതിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും പഴക്കമുള്ള ക്ലബ്ബ് തന്നെ പറയാം. ഡാസ്ക് ചെറൂർ അഖിലേന്ത്യാ സെവൻസ് വരെ നടത്തി. കണ്ണമംഗലം പഞ്ചായത്തിന് ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞത് 1997 അന്നത്തെ ഭരണസമിതി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. ഏതായാലും ഈ നിമിഷത്തിൽ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. എന്നും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ആഗ്രഹം പൂവണിഞ്ഞിട്ടുണ്ട്. കണ്ണമംഗലം പഞ്ചായത്തിന് ഗ്രൗണ്ട് എന്നുള്ള സ്വപ്നം നമുക്ക് ഇന്നത്തെ ദിവസത്തോടു കൂടി പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും കൂടിയിട്ട് നമുക്കത് വളരെയധികം സന്തോഷവാനാണ്. കണ്ണമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്ലെയർമാരുള്ള ഒരു പ്രദേശം കൂടി തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല നല്ല കളിക്കാരെ വാർത്തെടുക്കാനും അവരെ ജില്ലാതലത്തിലും നമ്മുടെ എല്ലാ വലിയ വലിയ തലത്തിലേക്കും പോകാനും നമ്മുടെ ഈ ഗ്രൗണ്ട് കൊണ്ട് എല്ലാവർക്കും സഹായമാകട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഈ ഗ്രൗണ്ട് കളിക്കുന്ന എല്ലാവർക്കും എല്ലാ ക്ലബ്ബുകൾക്കും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മ. കണ്ണമംഗലം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് വന്നതിൽ ഒരു കായികപ്രേമി എന്നുള്ള നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള വളർന്നു വരുന്ന കായിക വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയ ഗുണമാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. യുവജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗ്രൗണ്ട്, സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് ഇന്ന് സഫലമായിരിക്കുകയാണ്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കേരളത്തിൽ ഗെയിംസ് ഫെസ്റ്റിവൽ നടത്തിയ ഏക പഞ്ചായത്താണ്. അതിന് ഗ്രൗണ്ടിൻ്റെ കുറവ് വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു. ക്ലബ്ബുകൾക്കൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഒരുപാട് ക്യാമ്പുകളും കോച്ചിങ് ക്യാമ്പുകളും മറ്റ് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വലിയ ഗ്രൗണ്ട് നമുക്ക് ഇന്ന് പഞ്ചായത്ത് സമ്മാനിച്ചിരിക്കുകയാണ്. അതിനൊരുപാട് നന്മകൾ പഞ്ചായത്തിന് നേരെയാണ്. എല്ലാ കായിക സ്വപ്നങ്ങളും ചിറകടിച്ചിട്ട് വളർന്നു വരുന്ന തലമുറയ്ക്കും ഇപ്പോൾ കായിക മേഖലയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരുപാട് യുവതലമുറയ്ക്കും പഴയകാലത്തെ താരങ്ങളായി ഇന്നും പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന പഴയകാലത്തെ താരങ്ങൾക്കുമെല്ലാം അവരുടെ കായിക പ്രകടനങ്ങൾ മികവുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രചോദനമാകുന്നതിന് വേണ്ടി രൂപീകൃതമായ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തമായൊരു കളി സ്ഥലത്തിൻ്റെ ഈ സാക്ഷാത്കാരത്തിൽ ഞാൻ അഭിമാനിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും അഭിനന്ദിക്കുകയാണ്. യൂത്ത് ക്ലബിൻ്റെ ഭാരവാഹി എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കണ്ണമംഗലം പഞ്ചായത്തിലെ യൂത്ത് ക്ലബ്ബുകളുടെ യുവജന കൂട്ടായ്മൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇവിടെ പഞ്ചായത്തിലൊരു സ്റ്റേഡിയം വരിക എന്നുള്ളത്. അത് എല്ലാ പഞ്ചായത്തിനെയും അപേക്ഷിച്ച് വളരെ വലിയൊരു സ്റ്റേഡിയം, നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറത്തുള്ള സ്റ്റേഡിയം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ ഒരു അംഗമാണ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും. വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനും അത് ഉദ്ഘാടനം ഇന്ന് കഴിഞ്ഞു. ഇത് നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്തിലെ കായിക മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ അയൽവാസി എന്താണ് ഈ രാത്രി ഇതിനെ പൂട്ടിപ്പോണതിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? സ്റ്റേഡിയത്തിൻ്റെ അയൽവാസി നമ്മൾ നിരീക്ഷിക്കും. സ്റ്റേഡിയത്തിൽ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കും. കാരണം നമ്മളെ ഉത്തരവാദിത്തമല്ലോ.
സ്റ്റേഡിയത്തിൽ പന്തലില്ലാത്തവരൊക്കെ നടക്കേണ്ടത് നമ്മൾ നിരീക്ഷിച്ചിട്ട് അതിന്റെ നടപടി സ്വീകരിക്കും വേറെ. അതുപോലെ ഇ സ്റ്റേഡിയം ഇവിടെ കണ്ണമംഗലം പഞ്ചായത്തിന്റെ വളരെ ആഗ്രഹമായ ഇ സ്റ്റേഡിയം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. കണ്ണമംഗലത്തല്ല, ഈ അടുത്ത ഭാഗത്ത് ഇത്ര വലിയൊരു സ്റ്റേഡിയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റേഡിയത്തിന് എല്ലാത്തിനും ആശംസ അറിയിക്കുകയാണ്.